ശങ്കരൻ നൽകിയ കൈനീട്ടത്തിന്റെ ഉറപ്പിൽ മതേതരത്വത്തിന്റെ ഉരുക്കുകോട്ടയായി തെന്റല ജുമുഅത്ത് പള്ളി. നവീകരണം പൂർത്തിയാക്കിയ തറയിൽ മഹല്ല് പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുക്കും. 250 വർഷം പഴക്കമുള്ള പള്ളിയുടെ നവീകരണത്തിന് ആദ്യത്തെ കൈനീട്ടം പ്രദേശവാസിയായ ഉപ്പുംതറ ശങ്കരന്റേതായിരുന്നു. സ്പെഷ്യൽ റിപ്പോർട്ട്. നമസ്കാരം. നമ്മളിപ്പോൾ മലപ്പുറം ജില്ലയിലെ തെന്നല തറയിൽ ജുമാ മസ്ജിദിന്റെ പള്ളിയുടെ സമീപത്താണുള്ളത്. പള്ളിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 250ഓളം വർഷം പഴക്കമുള്ള പള്ളിയാണ്. ഇതിനിടയ്ക്ക് നിരവധി നവീകരണ പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിലും ഇത്തവണ ജനമൈത്രിയുടെ ഒരു സന്ദേശം, നമ്മുടെ മതമൈത്രിയുടെ സന്ദേശം പകർന്നുകൊണ്ടാണ് ഇത്തവണ ഈ പള്ളിയുടെ പുനരുദ്ധാരണം നടന്നിട്ടുള്ളത്. നമുക്ക് പള്ളിയുടെ കമ്മിറ്റി ഭാരവാഹികളോട് ചോദിച്ചറിയാം എങ്ങനെയായിരുന്നു, എത്ര വർഷം പഴക്കമുണ്ടായിരുന്നു ഈ പള്ളി, എങ്ങനെയാണ് ഈ പള്ളിയുടെ ഒരു ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്? ചരിത്രത്തെ പറഞ്ഞാൽ 250 വർഷം മുമ്പ് വെറും ഓലയിൽ ഉണ്ടാക്കിയ പള്ളിയായിരുന്നു ചെറുത്. അതിനുശേഷം പിന്നെ കാലഘട്ടത്തിനനുസരിച്ച് മാറി മാറി നവീകരണം നടത്തി 4 പ്രാവശ്യം നവീകരണം കഴിഞ്ഞു. ഇപ്പോൾ 5ാമത്തെ പ്രാവശ്യമാണ്. അപ്പോൾ ഇനി ഞങ്ങൾ എന്ത് ചെയ്യുക, കുറച്ച് വൈഡായിട്ട് തന്നെ നവീകരണം നടത്തി വീണ്ടും അതിൻ്റെ ആവശ്യകത ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരെല്ലാം കൂടി ഒരുമിച്ച്, അതായത് ഗ്രൂപ്പ് അടിസ്ഥാനങ്ങളൊന്നും ഇല്ലാതെ ഒന്നായിട്ട് ഒറ്റക്കെട്ടായിട്ടുള്ള നവീകരണം നടത്തിയതാണ് ഇപ്പോഴുള്ള ഈ പള്ളി. ഇത് ഏകദേശം ഒരു ഗൾഫ് മോഡലായിട്ടുള്ള രൂപത്തിലാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ ഇതിൽ ഞങ്ങൾ പിരിവിന് വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇറങ്ങിയപ്പോൾ നമ്മളെ ഹൈന്ദവ സഹോദരനും പിന്നെ അവൻ്റെ അച്ഛൻ മുതൽച്ച് നമ്മളുമായിട്ട് നവീകരണ പരിപാടി അങ്ങനെയുള്ള ഏത് കാര്യത്തിലും ഇസ്ലാമികമായിട്ടുള്ള എന്ത് കാര്യത്തിലും മുന്നിട്ട് വന്നിരുന്ന അച്ഛൻ്റെ മകൻ, അവന് ഇവിടെ ചെറിയൊരു കടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പിരിവുമായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അവൻ വിളിച്ചിട്ട് എന്താ സംഭവം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളിങ്ങനെ പള്ളീൻ്റെ അപ്പം എൻ്റെ വക 1000 എന്ന് പറഞ്ഞിട്ട് അപ്പോൾ തന്നെ എഴുതാനും നിന്നിട്ടില്ല, നേരെ പൈസ എടുത്താണ് തന്ന്. അതാണ് കൈനട്ടം. മറ്റത് നമ്മൾ ഒക്കെ എഴുത്തേണ്ടായിരുന്നുള്ളൂ. ഫസ്റ്റത്തെ കൈനട്ടം ശങ്കരൻ്റെ കൈനട്ടമാണ്. അതുകൊണ്ടാണ് തുടക്കം കുറിച്ചത്. ഇപ്പോൾ നമുക്ക് കോവിഡ്, പ്രളയം, മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും വന്നിട്ടും ഒന്നും നിലക്കാതെ ഇത്രയും കാലം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. വലിയൊരു പള്ളിയായി, നല്ല സൗന്ദര്യത്തോട് കൂടിയിട്ടുള്ള പള്ളിയായി നിർമ്മിക്കാൻ കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സന്തോഷം ഞങ്ങളെല്ലാം കൂടി പങ്കുവെക്കുകയാണ്. ഇവിടുത്തെ മതമൈത്രിയും അതുപോലെ തന്നെയാണ് സംഘടനാ ഐക്യങ്ങളും. ഒരുപാട് സംഘടന ഉണ്ടെങ്കിലും ഒക്കെ ഐക്യപ്പെട്ടിട്ട് എല്ലാവരും കൂടി ഒന്നിച്ചുള്ള രൂപത്തിലാണ് ഞങ്ങളിപ്പോൾ പള്ളിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് ഷാജിയാക്കലിൻ സ്ഥാപിതങ്ങളും പിന്നെ അതിൻ്റെ ചെയർമാൻ കൂടിയായ ഖലീൽ ബുഖാരി തങ്ങളും കൂടിയാണ് നിർവഹിക്കുന്നത്, അധ്യക്ഷനായിട്ടുള്ള നിർവഹിക്കുന്നത്. അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ ഉദ്ഘാടനത്തിന് നാളെ ഞായറാഴ്ച ളുഹർ നിസ്കാരത്തോട് കൂടിയിട്ടാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ശങ്കരേട്ടനാണ് ആദ്യ കൈനീട്ടം കൊടുത്തത്. എങ്ങനെ സ്വന്തം ഒരു നാട്ടിലെ പള്ളിയുടെ എങ്ങനെയായിരുന്നു ഒരു ഇവിടെ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരു സ്ഥലമാണ്. അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു സംഭാവന ഞാൻ കൊടുത്ത്. അപ്പോൾ വർഷങ്ങളായിട്ട് പള്ളിയുടെ അടുപ്പം അച്ഛൻ എനിക്ക് 53 വയസ്സായി. അന്ന് തന്നെ ഓർമ്മയില്ലാന്ന് തന്നെ അറിയാം. പിന്നെ അച്ഛന് എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഉള്ള അതിൽ അച്ഛനും വേണ്ടിയിട്ടാണ് അങ്ങ് കൊടുത്തിട്ടുള്ള പൈസ 1000, 1001. പള്ളിയുടെ പണിയൊക്കെ പൂർത്തീകരിച്ചു. എന്തോ ഇപ്പോൾ നാട്ടിൻ്റെ ഐശ്വര്യം, എല്ലാവർക്കും സന്തോഷം, എല്ലാവരും ഒത്തൊരുമിച്ചാൽ ഇങ്ങനെ നടക്കും. തന്നെ നമുക്കിപ്പോൾ പള്ളിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഇപ്പോൾ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത്? പാണക്കാട് സീതി സാദിഖലി ശിഹാബ് തങ്ങൾ, ഖലീൽ ബുഖാരി തങ്ങൾ, പിന്നെ നാട്ടിലുള്ള പണ്ഡിതന്മാർ മാത്രമേ. ഇപ്പോൾ എന്തൊക്കെ പുതിയ സജ്ജീകരണം എന്തൊക്കെയാണ് ഇപ്പോൾ പള്ളിയിലിപ്പോൾ? പഴയ പള്ളിയും പുതിയ പള്ളിയുമായി 16,500 സ്ക്വയർ ഫീറ്റിൽ വലിയ വിശാലമായ പള്ളി നിർമ്മിച്ചു. ആദ്യം ഒരു 2 നിലയായിരുന്നു, 3 നിലയായി ഉയർത്തി. വളരെ വിശാലമായി ഇപ്പോൾ ഒരു താഴെ നിലയിൽ തന്നെ ഒരു 500 ആൾക്ക് നിസ്കരിക്കാൻ കഴിയും. മൊത്തം 1500 ആൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാൻ കഴിയും. അങ്ങനെ വിശാലത ഇതാക്കി. തൂണില്ലാത്തൊരു പള്ളി എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഇത്രയും വലിയൊരു സ്ക്വയർ ഫീറ്റിൽ തൂണില്ലാത്ത നിർമ്മാണമാണ് ഉണ്ടായിട്ടുള്ളത്. നല്ല വിശാലതയിലും മറവൊന്നും കൂടാതെ തന്നെ എല്ലാവർക്കും പങ്കെടുക്കാനുള്ള സൗകര്യം കൂടി ആയിട്ടുണ്ട്. എത്ര പേരുണ്ട് ഈ മഹലിൽ? എത്ര പേരുണ്ട് ഇതിന്? മഹൽ പറഞ്ഞാൽ ഇപ്പോൾ ഖബർസ്ഥാനായിട്ട് ഉപയോഗിക്കുന്നത് 1000 ചില്ലാം മഹലും ഇതുണ്ട്. പക്ഷേ ജമാഅത്ത് ഇവിടെ ജുമാക്ക് ഒരു 600, 500 ആളാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടാവല്. പിന്നെ മറ്റുള്ളത് ഓർത്തൊക്കെ ഇത് നടക്കുന്നുണ്ട്, ജുമാ നടക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ 600, 500, 600 എങ്ങനെ ഉള്ള രൂപത്തിലാണ് ആളുണ്ടാവല്. എന്താണ് ഇപ്പോൾ മതമൈത്രിയുടെ ഒരു പേര്? നമ്മുടെ മലപ്പുറം ജില്ലയുടെ പ്രത്യേകത മതമൈത്രിക്ക് ഏറ്റവും പേര് കേട്ട ഒരു സ്ഥലം കൂടിയാണ്. അപ്പോൾ എന്ത് തോന്നുന്നു? പിന്നെ അതായത് ഞങ്ങൾ 4 വർഷത്തിന് മീതെയായി ഇത് തുടങ്ങി. ഈ ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ 250 വർഷത്തോളമായി നമ്മളെ പള്ളി.
പലതവണ ഇവിടെ നാട്ടുകാരുടെ സാമ്പത്തികത്തിനനുസരിച്ച് കുറേശ്ശെ ഇതായി. ഇപ്പോൾ ഒരു 5ാമത്തെ തവണയാണിത് കുറേശ്ശെ ഒന്നും കൂടെ വലുതാക്കി പുരോഗമനത്തിൽ. അത് ഇവിടെ എന്ന് പറയുന്നത് ഒരു അഭിപ്രായ വ്യത്യാസമില്ല. അത് സാമുദായികമായിട്ടെന്നുള്ളതല്ല, ജാതിഭേദമെന്നെ. ഫസ്റ്റിൽ നമ്മൾ ശങ്കരനാണ് ഞങ്ങൾക്ക് കാശ് തന്നത്, ഫസ്റ്റിൽ സ്റ്റാർട്ടിങ്. അതുപോലെ ഒരുപാട് മുസ്ലിമുകൾ ഞങ്ങൾ കാശ് തന്നിട്ടുണ്ട്. അവരെ സഹകരണമുണ്ട്, നല്ല ഒത്തൊരുമയിലാണ് ഞങ്ങൾ. ഒരു അഭിപ്രായ വ്യത്യാസമോ ഒരു പ്രശ്നങ്ങളോ ഒന്നും ഞങ്ങളുടെ ഇടയിൽ ഒരു വേർതിരിവില്ല. സഹോദര രൂപത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും. തീർച്ചയായും നമ്മുടെ മലപ്പുറം ജില്ലയിലെ തെന്നല പള്ളി നമുക്ക് ഏറെ, തറയിൽ പള്ളി നമുക്ക് ഏറെ ജില്ലയുടെ ഒരു മതമൈത്രിയെ വിളിച്ചോതുന്നൊരു പ്രവൃത്തിയാണ് കാണിച്ചിട്ടുള്ളത്. ക്യാമറമാൻ മുഹമ്മദ് യാസിനോടൊപ്പം പ്രകാശ് പോക്കാട്, കേരള വിഷൻ, മലപ്പുറം.